ഹായ് ഡിയേഴ്സ്, നമ്മൾ അമ്പലത്തിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിറച്ച് പപ്പീസ്, എന്തൊരു ക്യൂട്ടാലേ, കുറേ ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല രസമായിട്ട് തോന്നി. ഇതിൻ്റെ അമ്മ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്തോ, ഉണ്ടെങ്കിൽ എന്നെ ശരിയാക്കും. എത്ര ഉണ്ട്? 5-6 ഉണ്ട് കേട്ടോ. ഭയങ്കര രസമായിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ അമ്പലത്തിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. അനീഷേട്ടൻ എന്ത് ചെയ്യുക, അവിടെ വണ്ടി വെക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അമ്പലത്തിൽ കണ്ടോ, ഒരു നല്ല ഭംഗിയുള്ള ഒരു ആലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ആനേനെ കയറ്റാനുള്ളൊരു വണ്ടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഹായ് ഓൾ, വെൽക്കം. ഞാനിന്നൊരു അമ്പലത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വയലൂർ മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. അപ്പോൾ ഇതൊരു ശിവക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിലെ ഭയങ്കര മനോഹരമായ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു അമ്പലക്കുളം ഉണ്ട് കേട്ടോ. അതേ കണ്ടോ, യാതൊരു തരത്തിലുള്ള എന്താ പറയുക അഴുക്കുകളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ എനിക്കിത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ട്. അപ്പം മീനുകളുണ്ട് കേട്ടോ. ഞാൻ അതാണ് ഈ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഈ അമ്പലക്കുളത്തിൻ്റെയും ഈ ഒരു അമ്പലത്തിൻ്റെയും കൂടുതൽ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണണേ. കണ്ടോ, എന്തൊരു നല്ല വൈബാട്ടോ, നല്ല വൃത്തിയിൽ സൂക്ഷിക്കുന്ന ഒരു കുളമാണ്. അപ്പം ഇന്ന് ഞാൻ ഈ വയലൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം കേട്ടോ. കണ്ടോ, വളരെ പഴക്കം ചെന്നിട്ടുള്ള ഒരു അമ്പലക്കുളമാണ് കേട്ടോ ഇത്. അതുകൂടാതെ സ്ത്രീകൾക്കുള്ള ഒരു കടവുണ്ട്, അതുപോലെ തന്നെ അപ്പുറത്ത് പുരുഷന്മാർക്കുള്ള ഒരു കടവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്ത്രീകളുടെ ഈ കടവിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. അതേ കണ്ടോ, നമ്മൾ സിനിമകളിലൊക്കെ കാണില്ലേ, അതുപോലൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഇത് സ്ത്രീകളുടെ കടവാണ് കേട്ടോ. ഭയങ്കര രസമായിട്ടുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഇത് പണിതൊരു വർഷം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 11/27/2026 അങ്ങനെ എന്തോ വർഷം കേട്ടോ, അത് മനസ്സിലാവുന്നില്ല. അപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട് 5/11/1167 കേട്ടോ. അപ്പോൾ ഇത് പുരുഷന്മാരുടെ ഒരു കടവാണ്. അപ്പോൾ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് മുകളിൽ നിന്നുള്ള കാഴ്ച. രസമായിട്ടുണ്ടല്ലേ. തൃശ്ശൂർ ജില്ലയിൽ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള അമ്പലങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് പഴക്കം ചെയ്യുന്ന. അപ്പോൾ ഇത് ദേവസ്വം ബോർഡിൻ്റെ അമ്പലമല്ല, ഇത് ശാന്തിമാർക്ക് മാത്രം കുളിക്കാനുള്ള ഒരു കടവാണ് കേട്ടോ. ഈ കടവ് ശാന്തികൾക്ക് മാത്രം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ മുൻവശം. നല്ല ഭംഗിയുള്ള ഒരു കവാടം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാകണ്ടോ, വലിയൊരു വിളക്ക്. വിളക്കിൻ്റെ താഴെയായിട്ട് ഇതാ ആമയുടെ ഒരു ശില്പമാണ് കേട്ടോ ഉള്ളത്. നല്ല ഭംഗിയുള്ള ഒരു വിളക്കാണ്. പിന്നെ ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു മണി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. വലിയൊരു മണിയാണത്, വലിയൊരു ബെല്ലാണ്. പിന്നെ ക്ഷേത്രത്തിലെ ദൈനംദിന ചടങ്ങുകളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. 4 മണിക്ക് നട തുറക്കും, നിർമാല്യ ദർശനം, അങ്ങനെ ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളും അമ്പലത്തിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ വലിയൊരു ആൽമരമുണ്ട്, നല്ല ഭംഗിയുള്ളൊരു ആൽമര കേട്ടോ. അപ്പോൾ ഈ ആൽമരത്തിന് താഴെ വലിയൊരു ആൽത്തറയും കെട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആ പട്ടിക്കുട്ടികളുടെ അമ്മ വന്നിട്ട് പട്ടിക്കുട്ടികളെ ഫീഡ് ചെയ്യാണ് കേട്ടോ. അപ്പം ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഒരമ്മ, അത് ഏത് മൃഗങ്ങളായിക്കോട്ടെ, കുഞ്ഞിന് പാല് കൊടുക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര ഒരു പവിത്രമായൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പം നല്ല സ്നേഹമുള്ള പട്ടിയാന്ന് തോന്നുന്നു കേട്ടോ. അത് നമ്മളെ കണ്ടിട്ട് പാലൊക്കെ ആട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പട്ടി ഉണ്ടല്ലോ, ചെറിയ കുഞ്ഞിനെ കടിച്ചെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. വേറെ എവിടേക്കെങ്കിലേക്കും മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം അത് കണ്ടപ്പോൾ ഞാനത് വീഡിയോ ഒന്ന് എടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ പോവാണ്. അപ്പോൾ ദൂരെ നിന്നുണ്ടല്ലോ ഒരു ആന അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആന എനിക്ക് പേടിയായതുകൊണ്ട് നമ്മൾ വേഗം പോവാണ്. സത്യം പറഞ്ഞാൽ ഈ പട്ടിക്കുട്ടികളുടെയും അവരുടെ അമ്മയുടെയും കാഴ്ച എനിക്ക് കണ്ടിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഈ ആന വന്നതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ വേഗം വീഡിയോ എടുക്കൽ നിർത്തിയിട്ട് തിരിച്ചു പോവാണ്. ഇന്ന് രാവിലത്തെ ആകാശ കാഴ്ചയാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഇന്നലെ മഴ പെയ്തത് കൊണ്ടാണോ എന്നറിയില്ല, ആകാശമൊക്കെ ഇങ്ങനത്തെ ഒരു ചുവന്ന തീക്കനലിൻ്റെ ഒരു രൂപത്തിലായിരുന്നു.
പിന്നെ ഇപ്പോഴത്തെ എൻ്റെ വീഡിയോസിനൊന്നും പ്രത്യേകിച്ചൊരു കണ്ടൻറ്റും ഇല്ല എന്നറിയാം. എങ്കിൽ പോലും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ് കേട്ടോ. ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ വ്ളോഗിങ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമായതുകൊണ്ടാണ് കേട്ടോ ഇപ്പോഴും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി പറയാണ്. എൻ്റെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങളാണ് ഞാൻ എല്ലാ ദിവസവും നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.